ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ നിർത്തി. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ നോക്കൂ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. ബ്രെഡ് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, സോട്ടഡ് വെജിറ്റബിൾസ്, പിന്നെ കോൾഡ് കോഫി വിത്ത് വാനില ഫ്ലേവർ, പിന്നെ അതുപോലെ വാട്ടർമെലൻ്റെ ജ്യൂസ്, ഇതൊക്കെയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത്ര നല്ലതെന്നൊന്നും പറയാനില്ല, എന്നാലും ഞാൻ സ്ഥലം ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഞങ്ങളിതാ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഫേയിലുള്ളൊരു ചേച്ചി നല്ല ഭംഗിയുണ്ട് അവിടുത്തെ പൂക്കൾ എന്ന് പറഞ്ഞപ്പോൾ പൂവിൻ്റെ ഒരു ഇത് കെട്ടി തന്നു. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ വെറുതെ നോക്കുമായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അവരത് നന്നായിട്ട് കെട്ടിയിട്ടൊക്കെ തന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 1980 എന്ന് പറഞ്ഞ ഓവർ ഹൈപ്ഡ് റെസ്റ്റോറൻറ്റ് പോയി. അവിടെ ഞങ്ങൾ പാൽ പൊറോട്ട ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ പൊറോട്ടയെല്ലാം സോക്ക് ചെയ്ത് ബീഫിൻ്റെ മിക്സിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു പാൽ പൊറോട്ട. അത് സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാറുണ്ടാവില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ബിരിയാണി എല്ലാം ഓർഡർ ചെയ്തു. അതെല്ലാം അത്രമാത്രം നല്ലതെന്നൊന്നും പറയാനില്ല, അതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓക്കെ അത്രയും ഞാൻ റേറ്റ് ചെയ്യൂ പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മീൽസ്, ചട്ടിച്ചോറ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, അതും ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കണ്ട നല്ല വലിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടേ ചുരം കയറാറുള്ളൂ. ചുരം കയറുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് വരുമ്പം എപ്പോഴും ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുരം കയറുക, എന്നിട്ടാണ് നേരെ ഇവിടെ ബാംഗ്ലൂർ എത്തുക. അപ്പോൾ ഇത് കണ്ടോ, വയനാടൻ ചുരം എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പോൾ ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോസെല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ വീക്ക് ഡേ ആയതിനെ കൊണ്ട് കുറച്ച് ഒഴിവായിരുന്നു കേട്ടോ, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുൾ മിസ്റ്റി, ഫുൾ മഞ്ഞ് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. നട്ടുച്ചയ്ക്കാണ്, എന്നാൽ പോലും നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡിസംബറിൽ അങ്ങനെയാണല്ലോ, മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കഫേ ഷോപ്പ് കയറി. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെതും ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇത് കോഴിക്കോടുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി കുഞ്ഞി ടൈപ്പ് കേക്ക്സ് എല്ലാം കണ്ടു, കുറേ ഐറ്റംസ് കണ്ടു കേട്ടോ. അപ്പോൾ ഒരു കൗതുകത്തിന് ഫോട്ടോസെല്ലാം എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു കേക്കും വാങ്ങി. നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കു ഷേക്കെല്ലാം കുടിച്ചു. നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ, നല്ല കൂൾ ബാറാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നന്നാക്കി. ബാക്കി കുക്കിംഗ് എല്ലാം എൻ്റെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മമാരുടെ കയ്യിലെ ഫുഡിന് ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ വേണ്ട ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും, ബാക്കിയുള്ള എല്ലാ പണികളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ കുക്കിംഗ് ആ കാര്യങ്ങളെല്ലാം അമ്മയാട്ടോ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയും കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷായിരുന്നു. ഒരുപാട് കിട്ടും ഇവിടെ, കാരണം ഇവിടെ അടുത്ത് തന്നെ ബീച്ചസ് എല്ലാം ഉണ്ട്. കോഴിക്കോടാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെമ്മീൻ കറി റെഡിയായി. ഒരുപാട് ഐറ്റംസ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ കറി റെഡിയായി. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അടുത്തന്നെ മീൻ പൊരിക്കാൻ വേണ്ടി, ചെറിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ ഇത് പാനെല്ലാം വെച്ചു. പിന്നെ നമ്മുടെ ഉപ്പേരി റെഡിയാക്കാൻ പോവുക. അപ്പോൾ ചുമന്നുള്ളി, പിന്നെ ഉണക്കമുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം ഇട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ വേവിച്ച വാഴക്ക, അത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് വേവിച്ചത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ കുറച്ച് തേങ്ങ, അതാണ് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ട് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഇവിടെ കറികളിലും ഉപ്പേരിയിലും ഒക്കെ ഒരുപാട് തേങ്ങയെല്ലാം ചേർക്കും കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ഈ പച്ചക്കായ വേവിച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ ഫിഷ് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ കുറച്ചേ ഉള്ളൂ കേട്ടോ ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്ത്. പിന്നെ ഇതെൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ മീൻ കറി, കോഴിക്കോടൻ മീൻ കറി. പിന്നെ ഇതാ പ്രോൺസ്, അങ്ങനെ പിന്നെ ഇതാ മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള സദ്യയാണ് കേട്ടോ. ഒരു ഹോട്ടലിൻ്റെ ഫുഡും ഇതിൻ്റെ അടുത്ത് 7 അയലത്ത് പോലും എത്തില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ പോവാണ്. ഇതാ ഉപ്പേരിയെല്ലാം റെഡിയായിട്ടോ, റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇതും ഫിഷ് ഫ്രൈയും. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതാ മീൻ കറി, ഉപ്പേരി, പിന്നെ ചെമ്മീൻ, മീൻ പൊരിച്ചത് എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിക്കാൻ പോവാ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വേറെ ആരെങ്കിലും ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഞാൻ കഴിക്കുന്നത്. കാരണം എപ്പോഴും ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും അങ്ങനെ കുക്കിങ്ങിൽ ബാക്കിയെല്ലാം സഹായിച്ചു കൊടുക്കും കേട്ടോ, കട്ടിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്സ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.